ആംബുലൻസിൽ നിന്റെ ലക്ഷ്മിക്കൊപ്പം വെള്ള പുതച്ച് കണ്ണേട്ടനെ ഇറക്കിക്കൊണ്ട് വരുമ്പോ അത് നിനക്ക് കാണണ്ടേ? അങ്ങനൊരു സംഭവം അവിടെ നടന്നറിഞ്ഞിട്ട് വന്ന് കാണുന്നതിനേക്കാളും നല്ലതല്ലേ എല്ലാം നേരി കാണുന്നത്? അങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുമെങ്കിൽ ഉണ്ണിയേട്ടൻ മൂലം എനിക്കിപ്പോഴുണ്ടായ അപമാനമൊക്കെ ഞാൻ മറക്കാൻ തയ്യാറാണ്. കരുണേ, പെട്ടെന്നുള്ള ആവേശം കൊണ്ട് പ്രായത്തിന്റെ പക്വത കുറവുണ്ട്. ഇപ്പൊ നിനക്ക് എന്നെ വേണ്ടെന്നൊക്കെ തോന്നും. പക്ഷേ നമ്മളെക്കാൾ മുന്നേ പോകുന്നവരാണ് നമ്മളെക്കാൾ പ്രായം കൂടിയവർ, നമ്മുടെ അച്ഛനമ്മമാർ. അപൂർവം ചില കേസുകളിലെ മറിച്ച് സംഭവിക്കാറുള്ളൂ. അവരുടെയൊക്കെ കാലശേഷമായിരിക്കും കുഞ്ഞിനൊരു അച്ഛൻ വേണമെന്നൊക്കെ നിനക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള ഭയപ്പെടുത്തലൊന്നും വേണ്ട. എന്റെ കുഞ്ഞിന് അച്ഛനില്ലെങ്കിലും അതിനെ വളർത്താനുള്ള ആസ്തിയൊക്കെ തൽക്കാലം എനിക്കുണ്ട്. പിന്നെ ഉണ്ണിയേട്ടൻ പറഞ്ഞതുപോലെ നാളെ കരഞ്ഞു തളർന്ന് ലക്ഷ്മി ആംബുലൻസിൽ വന്ന് ഇറങ്ങുമെങ്കിൽ ആ കാഴ്ച കാണാനുള്ള അവസരം ഞാനായിട്ട് ഇല്ലാതാക്കി കളയുന്ന ശരിയല്ല. അതുകൊണ്ട് ഞാൻ വരാം. മരണത്തീന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവളാ ആ ലക്ഷ്മി. അതുപോലെ തന്നെ അന്നത്തെ ആ കാർ ആക്സിഡന്റിൽ നിന്ന് കണ്ണനും രക്ഷപ്പെട്ടു. ഇനി അത് ആവർത്തിക്കരുത്. 100% ഇല്ല. മേക്കേട്ടൻ വില കൊടുത്ത ആ വാടക കൊലയാളി ആയുധം കൊണ്ടല്ല, സ്വന്തം കൈകൊണ്ട് അയാളുടെ കഴുത്തിന്റെ അളവെടുക്കും. അല്ലെങ്കിൽ മുഖത്ത് തലേണ അമർത്തി തെളിവില്ലാതെ അയാളെ പറഞ്ഞുവിടും. അതെനിക്ക് ഉറപ്പാ. നട്ടലിനൊക്കെ ക്ഷതമാണ്. അതെല്ലാം തലച്ചോറിലെ വെയിനുകളുമായി ബന്ധപ്പെട്ട് കിടക്കുക. നിർജീവമായി കിടക്കുന്ന ഞരമ്പുകൾക്ക് ജീവൻ വെക്കണം. ഈ അപകടം നടന്ന 1-2 വർഷത്തിനുള്ളിലായിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരുന്നേനെ. പിന്നെ കൊടുത്ത മരുന്നുകളൊന്നും അതേപടി അകത്ത് ചെന്നിട്ടില്ലല്ലോ ഡോക്ടറെ. അതാ കഷ്ടമായി പോയത്. മരുന്നിനകത്ത് മരുന്നിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന മറുമരുന്നാണ് കലർത്തി കൊടുത്തത്. ഏതായാലും ആ സത്യം കണ്ടുപിടിച്ച് നന്നായി. അവിടെയാണ് എനിക്ക് നേരിയൊരു പ്രതീക്ഷ ഉണ്ടായത്. ശരിയായ രീതിയിൽ മരുന്നുള്ളിൽ ചെന്നാൽ കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുമെന്നാണ് എന്റെ വിശ്വാസം. എങ്കിലും ഒരുപാട് പ്രതീക്ഷയൊന്നും വെക്കണ്ട. കുറച്ചെങ്കിലും ഇംപ്രൂവ് ആയാ അത്ര ആയല്ലോ സർ. കൂടുതൽ പ്രതീക്ഷ ഇയാൾക്ക് കൊടുക്കണ്ട സർ. കൊടുത്തു കഴിഞ്ഞാ പിന്നെ ഇയാളുടെ മുഖത്ത് നിരാശ എനിക്ക് കാണേണ്ടി വരും. ഏത് നിരാശയിലും കണ്ണനെ ചേർത്ത് പിടിക്കാൻ ഇപ്പോ ആളുണ്ടല്ലോ. അത് വലിയ നേട്ടം തന്നെയാ. ഇനി ഇയാളൊന്ന് പുറത്തു നിന്നേ. ശരി സർ. എടോ കണ്ണൻ സാറേ, തന്നെ പോലെ ചെറുപ്രായത്തിൽ ഇങ്ങനെ അപകടം പറ്റിയില്ലായിരുന്നെങ്കിൽ മനുഷ്യന് കിടപ്പ് കിടക്കുന്നത് മിക്കവാറും വാർദ്ധക്യത്തിലായിരിക്കും. അതിപ്പോഴൊരു 75 വയസ്സൊക്കെ കഴിഞ്ഞാൽ ശരീരം തളർന്ന് പരസഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നേക്കാം. ആ സമയത്ത് പോലും
നോക്കാൻ ആളില്ലാതെ കിടന്ന് നരകിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് ഇവിടെ. ആ അങ്ങനെയുള്ളപ്പോ കണ്ണിലെ കൃഷ്ണമണിയെപ്പോലെ തന്നെ നോക്കുന്നൊരു മഹാലക്ഷ്മിയെ കിട്ടിയത് വലിയ ഭാഗ്യമല്ലേടോ.